വിശുദ്ധമായ ഖുർആനിലെ 114 സൂറത്തുകളിൽ പല സൂറത്തും നമ്മൾ എല്ലാ ദിവസവും ആവർത്തിച്ച് ഓതുന്നുണ്ട്. സൂറത്തുൽ ഫാത്തിഹ, അതുപോലെ ഇഖ്ലാസ്, മുഅവ്വിദത്തൈനി, സൂറത്ത് യാസീൻ ഒക്കെ ഓതാറുണ്ട്. ആ കൂട്ടത്തിൽ ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും സ്ഥിരമായി ഓതുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഫത്ഹ്. പലരും അതിങ്ങനെ ഓതുന്നുണ്ട്. പല ഉസ്താദുമാര് പറഞ്ഞു പ്രശ്നങ്ങളൊക്കെ മാറാൻ ഈ സൂറത്ത് ഓതിക്കോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഖൈറുണ്ടാവാൻ ഈ സൂറത്ത് ഓതിക്കോ, അങ്ങനെയൊക്കെ ഒരു ചില നേട്ടങ്ങൾ അറിയാം. പക്ഷെ നിങ്ങൾ അറിയാത്ത സൂറത്തുൽ ഫത്ഹിന്റെ 11 നേട്ടങ്ങൾ, 11 വമ്പൻ പ്രതിഫലങ്ങൾ ഇൻഷാ അല്ലാഹ് കാത്തിരിക്കുന്നു ഈ സൂറത്ത് ഓതിയാൽ. ഈ സൂറത്ത് ഓതിയാൽ കിട്ടുന്ന 11 വമ്പൻ പ്രതിഫലം എണ്ണി നമുക്കൊന്ന് കേട്ടാലോ? എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ജീവിതത്തിൽ ഓതിയിട്ടുണ്ടാകും അല്ലെ? ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഓതിയിട്ടുണ്ടാകുമല്ലോ. ഏത് സൂറത്തുൽ ഫത്ഹ്? ഇല്ലെങ്കിൽ, ഓതിയിട്ടില്ല എങ്കിൽ വലിയ നഷ്ടമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇതിന്റെ നേട്ടങ്ങൾ കേട്ടാൽ നിങ്ങൾ ഇന്ന് തന്നെ ഓതും. ഇന്ന് തന്നെ നിങ്ങൾ ഓതി തുടങ്ങും. എന്ത്? ഓതുന്നില്ല എങ്കിൽ സൂറത്തുൽ ഫത്ഹ്. സ്ഥിരമായി ഓതുന്നവരാണെങ്കിൽ നിങ്ങൾ ഇത് ഓത്തു മുടക്കൂല. അത്രമാത്രം നേട്ടങ്ങളാണ് നമ്മളൊക്കെ പലപ്പോഴും ഓതി അശ്രദ്ധയോടുകൂടി ഓതി കളയുന്ന സൂറത്തുൽ ഫത്ഹ്. അതിന്റെ പേര് തന്നെ ഫത്ഹ് എന്ന് പറഞ്ഞ വിജയം എന്നാണ്. വിജയം കിട്ടുന്ന സൂറത്താണ്, നമ്മളെ വിജയിപ്പിക്കുന്ന സൂറത്താണ്. അത്രമാത്രം എന്താ പറയാ, നമ്മളെപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ഒരു സൂറത്താണ്. ഖുർആനിലെ 114 സൂറത്തുകളിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ അവന്റെ കൂട്ടത്തിൽ എപ്പോഴും കൂടെ കൂട്ടാൻ പറ്റിയ, അവന്റെ ഒരു കൂട്ടുകാരനാക്കാൻ പറ്റിയ സൂറത്താണ് സൂറത്തുൽ ഫത്ഹ്. കാരണം ആ സൂറത്ത് നമ്മൾ ഓതുന്നുണ്ട്, പക്ഷെ അതുകൊണ്ട് ഓതിയിട്ട് നേട്ടം കിട്ടുന്നില്ലെങ്കിൽ അത് സൂറത്തിന്റെ കുഴപ്പമല്ല, അത് നമുക്ക് ഇറക്കി തന്ന പടച്ചോന്റെ കുഴപ്പമില്ല, അത് നമുക്ക് ഓതി തന്ന മുത്തു റസൂലിന്റെ കുഴപ്പമില്ല, അതൊക്കെ നമ്മുടെ കുഴപ്പം തന്നെയാണ്. കാരണം ഇത് ഓതിയാൽ നേട്ടം കിട്ടുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞത് നിബിധങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. ഒരിക്കലും അത് കളവല്ല. അപ്പൊ അതുകൊണ്ട് ഇത് ഓതിയിട്ട് നേട്ടം കിട്ടുന്നില്ലെങ്കിൽ അത് ഓതിയ നമ്മുടെ കുഴപ്പമാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഏതൊക്കെയാണ് കുഴപ്പങ്ങൾ എന്നൊക്കെ നമുക്ക് പറയാം. പരിശുദ്ധമായ ഖുർആനിലെ 48ാമത്തെ സൂറത്താണ് സൂറത്തുൽ ഫത്ഹ്. വലിയ സൂറത്തല്ല, എന്നാൽ ചെറിയ സൂറത്ത് പോലെ ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്ന സൂറത്ത്. 29 ആയത്ത് മാത്രമുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഫത്ഹ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ 53ാമത്തെ വയസ്സിൽ ഹിജ്റ വന്ന് മദീനയിലെത്തി. ആ മദീനയിൽ വെച്ച് നബിതങ്ങൾക്ക് ഇറക്കപ്പെട്ട സൂറത്താണ് സൂറത്തുൽ ഫത്ഹ്. ഇനി പറയുന്ന കാര്യങ്ങൾ, ഈ സൂറത്തുൽ ഫത്ഹിന്റെ തഫ്സീർ ഉണ്ട്. തഫ്സീർ റാസി, തഫ്സീർ ഖുർത്തുബി, തഫ്സീർ ബൈലാവി, തഫ്സീർ റൂഹുൽ ബയാൻ. ഇതിൽ നിന്നൊക്കെ മഹത്തുക്കൾ നമുക്ക് പറഞ്ഞു തന്ന ചില കാര്യങ്ങളാണ് ഈ സൂറത്തുൽ ഫത്ഹുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് എന്റെ മുത്തു മുഅ്മിനീങ്ങൾക്ക് ഞാൻ ഉണർത്തി തരുന്നത്. സൂറത്തുൽ ഫത്ഹിന്റെ തുടക്കം തന്നെ അല്ലാഹു തആല പറയുന്നത് എന്താ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീനാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആശ്വസിപ്പിക്കുന്ന ഒരു വാക്കാണ്. നമ്മുടെ മുത്തായ റസൂലിനെ സന്തോഷിപ്പിക്കുന്ന വാക്കുകളാണ്. നബി തങ്ങൾക്ക് വലിയ സ്വാന്തനം നൽകുന്ന വാക്കാണ് അല്ലാഹു തആല ഈ സൂറത്തിന്റെ ആദ്യം തന്നെ പറയുന്നത്. മുത്ത് നബിയേ, നിങ്ങൾക്ക് നാം പ്രത്യക്ഷമായ ഒരു വിജയം നൽകിയിരിക്കുന്നു നബിയേ. നിങ്ങൾക്ക് വ്യക്തമായ ഒരു വിജയം ഞാനിതാ താങ്കൾക്ക് നൽകിയിരിക്കുകയാണ്. അതായത് നബിതങ്ങളെ ആശ്വസിപ്പിക്കുന്ന ചില വാക്കുകൾ, നബിയെ സന്തോഷിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞിട്ടാണ് ഈ സൂറത്ത് തുടങ്ങുന്നത് തന്നെ. അത് ഒന്നാമത്തെ ആയത്ത്. രണ്ടാമത്തെ ആയത്തിൽ ലിയഗ്ഫിറ ലകല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖറ വയുതിമ്മ നിഅമതഹു അലൈക വയഹ്ദിയക സിറാതം മുസ്തഖീമാ. അല്ലാഹു തആല മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏത് കാര്യം പറഞ്ഞാണ് ആശ്വസിപ്പിക്കുന്നത്, ഏത് കാര്യം പറഞ്ഞാണ് സന്തോഷിപ്പിക്കുന്നത്, ഏത് കാര്യം പറഞ്ഞാണ് സ്വാന്തനപ്പെടുത്തുന്നത്? അല്ലാഹു തആല പറയുന്നു മൂന്ന് കാര്യങ്ങൾ നബിയെ താങ്കൾക്ക് ഞാൻ വ്യക്തമാക്കി താങ്കൾക്ക് തന്നിരിക്കുന്നു. ഒന്ന്, ലിയഗ്ഫിറ ലകല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. നബിയെ, താങ്കളുടെ മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ പാപങ്ങളെല്ലാം ഞാൻ വിട്ടുപുറത്തു മാപ്പ് നൽകി നബിയെ. സൂറത്തുൽ ഫത്ഹിന്റെ 2ാമത്തെ ആയത്താൻ നബി തങ്ങൾ ആശ്വസിപ്പിക്കുന്നു, താങ്കളുടെ മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ പാപങ്ങളെല്ലാം ഞാൻ പുറത്തു തന്നു. നബിയെ സന്തോഷിപ്പിക്കുകയാണ് അല്ലാഹു തആല. എന്നിട്ടോ വയുതിമ്മ നിഅമതഹു അലൈക, അള്ളാഹുവിന്റെ നബിയെ താങ്കൾക്ക് ഞാൻ എല്ലാ അനുഗ്രഹങ്ങളും ഇതാ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. താങ്കൾക്ക് അനുഗ്രഹങ്ങളൊക്കെ തന്നിരിക്കുന്നു. അതായത് ഹൗദുൽ കൗസർ,
ലിവാ ഉൽ ഹംദ്, സ്വർഗത്തിന്റെ ഉദ്ഘാടകൻ, അല്ലെ, എന്റെ ഹബീബ്, ലോകം പടക്കാൻ കാരണക്കാരൻ, ലോകത്തിലെ പ്രവാചകന്മാരുടെ നേതാവ്, ലോക മുഅ്മിനീങ്ങളുടെ നേതാവ്, എല്ലാവർക്കും കാരുണ്യം, ഇതുപോലെ തുടങ്ങിയ ഒരുപാട് നിഅമത്തുകളൊക്കെ അല്ലാഹു തആല മുഴുവനായും താങ്കൾക്ക് തന്നിരിക്കുകയാണ്. പിന്നെയോ വയഹദിയക സിറാത്തം മുസ്തഖീമാ, നബിയെ താങ്കൾ ഉള്ളത് നേരായ പാതയിലാണ്, താങ്കളുള്ള നേരായ പാതയില. ഈ 3 വലിയ അനുഗ്രഹങ്ങൾ അല്ലാഹു തആല രണ്ടാമത്തെ സൂറത്തുൽ ഫതഹിന്റെ ആയത്തിൽ ഇങ്ങനെ എടുത്തു പറയുകയാണ്. അപ്പോ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ സൂറത്ത് നമ്മൾ ഓതിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒന്നാമത്തെ നേട്ടം എന്താണ്? ഒന്നാമത്തെ നേട്ടം അത് അല്ലാഹു തആല, അല്ലാഹുവിന്റെ തൃപ്തി നമുക്കുണ്ടാകുമെന്നാണ്. അല്ലാഹുവിന്റെ തൃപ്തിയും അല്ലാഹുവിന്റെ പൊരുത്തവും അല്ലാഹുവിന്റെ ഇഷ്ടവും കിട്ടും. എന്തിന്? ഈ സൂറത്ത് സ്ഥിരമായി ഓതിയാൽ. ഈ സൂറത്ത് സ്ഥിരമായി ഓതി, ഒന്നുകിൽ ഇശാ നമസ്കാരത്തിന് ശേഷമോ, അല്ലെങ്കിൽ മഗ്രിബ് നമസ്കാരത്തിന് ശേഷമോ, അല്ലെങ്കിൽ സുബഹി നമസ്കാരത്തിന് ശേഷമോ, നമുക്ക് പറ്റുന്ന സമയത്ത്. ചിലപ്പോൾ ഇനി സുബഹി നമസ്കാരം കഴിഞ്ഞ് ഓതാൻ പറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇശാ നമസ്കാരം കഴിഞ്ഞ് ഓതാൻ പറ്റിയില്ല എങ്കിൽ, അല്ലെങ്കിൽ മഗ്രിബ് കഴിഞ്ഞ് ഓതാൻ പറ്റിയില്ലെങ്കിൽ ദുഹർ കഴിഞ്ഞ് ഓതാം, അസ്ർ നമസ്കാരം കഴിഞ്ഞ് ഓതാം. എപ്പോഴാണോ നമുക്ക് പറ്റുന്നത് ആ സമയത്ത് നമുക്കിത് ഓതാം. അത് ഓതിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ നേട്ടം അല്ലാഹുവിന്റെ തൃപ്തി കിട്ടും. രണ്ടാമത്തെ നേട്ടം അള്ളാഹുവിന്റെ റസൂൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃപ്തിയും അവിടുത്തെ പൊരുത്തവും അവിടുത്തെ ഇഷ്ടവും ഈ ഓതുന്ന നമുക്ക് കിട്ടും. അള്ളാഹുവെ പടച്ചോനെ, നിന്റെ പൊരുത്തവും നിന്റെ മുത്ത് റസൂലിന്റെ പൊരുത്തവും നിന്റെ ഇഷ്ടവും മുത്ത് റസൂലിന്റെ ഇഷ്ടവും ഞങ്ങൾക്ക് നീ തരണേ അല്ലാ, ആമീൻ. വെറുതെ ദുആ ചെയ്തിട്ട് കാര്യം മാത്രമില്ല, നമ്മൾ ഈ സൂറത്തുൽ ഫതഹ് ഓതാൻ തയ്യാറാവുക. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇത് ഓതാത്തവരുണ്ടെങ്കിൽ ഇന്ന് തൊട്ട് തുടങ്ങിക്കോ. ഇത് ഓതുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ മുടക്കരുത്, നിങ്ങൾ അത് കണ്ടിന്യൂ ചെയ്തോ. അത് തുടർച്ചയായി അങ്ങോട്ട് ഓദിക്കോ. വലിയ നേട്ടമാണ്. ഇനിയോ മൂന്നാമതായി ഈ സൂറത്തിന്റെ തഫ്സീറിൽ കാണാൻ പറ്റും എന്ത്? നാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മുത്ത് റസൂൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോ മുത്തായ ഹബീബിന്റെ ചാര ചെന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബിനെ നമ്മൾ എന്ത് ചെയ്തു? നബിയെ ആശ്വസിപ്പിച്ച പ്രതിഫലം. അള്ളാഹുവിന്റെ ഹബീബിനെ നമ്മൾ സന്തോഷിപ്പിച്ച നമ്മുടെ വാക്കുകൾ കൊണ്ട് മുത്ത് റസൂൽ സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞാൽ എത്രമാത്രം വലിയ പ്രതിഫലം നമുക്കുണ്ട്. നബിതങ്ങള് നമ്മൾ അടുത്തിരിക്കുന്നു, നമ്മൾ നബിയുടെ അടുക്കൽ വന്നിട്ട് നബിതങ്ങൾ ഇങ്ങനെ നമ്മളിങ്ങനെ സന്തോഷിപ്പിക്കുന്നു നമ്മുടെ വാക്കുകൾ കൊണ്ട്. എത്രമാത്രം പുണ്യമാണത്! ആ പുണ്യം നമുക്ക് കിട്ടുമെന്നാണ് ഈ സൂറത്ത് ഓതിയാൽ. കാരണം ഇതിന്റെ തുടക്കം തന്നെ പറയുന്നത് എന്താ? 3 വ്യക്തമായ അല്ലാഹു തആല മുത്ത് റസൂലിനെ കൊടുത്തിട്ടുള്ള വലിയ അനുഗ്രഹങ്ങൾ എടുത്ത് നബിയെ നമ്മളിങ്ങനെ സന്തോഷിപ്പിക്കുന്ന ആ ഒരു കൂലി നമുക്ക് കിട്ടുമെന്ന് മഹത്തുക്കൾ നമുക്ക് പറഞ്ഞു തരുകയാണ്. നബിതങ്ങളെ ആശ്വസിപ്പിക്കുന്ന, നബിയെ സന്തോഷിപ്പിക്കുന്ന ഒരു കൂലി അള്ളാഹു നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നു ഈ സൂറത്ത് ഓതിയാൽ. അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളെ, മുത്തു മുഅ്മിനീങ്ങളെ, സൂറത്ത് വെറുതെ ആക്കല്ലേ. നാലാമതായി ഞാൻ പറയട്ടെ, ഈ സൂറത്ത് പല ആളുകളും പറയുന്നത് പോലെ ഞങ്ങൾ ഇത് ഓതുന്നുണ്ട് ഉസ്താദ്, പക്ഷെ ഒരു നേട്ടവും ഇല്ലല്ലോ, ഞങ്ങൾ ഇത് ചിലപ്പോ കടങ്ങൾ മാറാനും ഒക്കെ ആയിട്ട് ഓതുന്നുണ്ട്, പക്ഷെ ഒന്നും കടമൊന്നും മാറുന്നില്ല. പക്ഷെ ഓതുന്ന നമ്മുടെ കുഴപ്പം. നാലാമതായി ശ്രദ്ധിക്കേണ്ടത്, ഇത് ഓതുമ്പോ ചില കാര്യം ശ്രദ്ധിക്കണം. ഒന്ന്, ഖിബിലക്ക് മുന്നിട്ട് ഇരിക്കുക. ഇത് ഖുർആൻ ഓതുന്ന സമയത്ത് എങ്ങനെയായിരിക്കുന്നത്? ഖിബിലക്ക് മുന്നിട്ട്, നിർബന്ധമായ കാര്യമല്ല, പക്ഷെ അദബാണ്, മര്യാദയാണ്, സുന്നത്താണ്. ഖിബിലയിലേക്ക് തിരിഞ്ഞിരിക്കുക, നല്ല രൂപത്തിൽ വുളുവെടുക്കുക. അതായത് മൊബൈലിൽ നോക്കിയല്ല ഓതേണ്ടത്, ഖുർആനിൽ തന്നെ. ഖുർആൻ എടുക്കണമെങ്കിൽ ഏതായാലും വുളു വേണമല്ലോ. ഖുർആൻ നമ്മളിങ്ങനെ കയ്യിലെടുത്തിട്ട് വളരെ ഭവ്യതയോടുകൂടി സൂറത്തുൽ ഫതഹ് എന്റെ ഉമ്മച്ചിമാരെ, എന്റെ വാപ്പിച്ചിമാരെ, നമ്മളൊന്ന് ഓതി നോക്കിക്കേ. സൂറത്തുൽ ഫതഹ് ഖിബിലക്ക് മുന്നിട്ട് നല്ല വുളുവോടുകൂടി ഖുർആൻ നോക്കിയിട്ട് ഔറത്തൊക്കെ മറച്ച്, തലമറച്ച്, മുടിയൊക്കെ ഇങ്ങനെ ഇട്ടിട്ടില്ല, മുടി പുറത്തേക്ക് കാണാതെ. പുരുഷന്മാരാണെങ്കിൽ തലമറച്ച് സുന്നത്താണ്, തലമറച്ചോതുക, തലമറക്കുക. ഇന്ന് തലമറക്കല് അത് ഔട്ട് ഓഫ് ഫാഷനായി. അല്ലെ, തലമറക്കാന്ന് പറഞ്ഞാൽ അതൊരു നാണക്കേട്. തൊപ്പി വെക്കാന്ന് പറഞ്ഞാൽ ഇന്ന് നാണക്കേടാ. അങ്ങനെയല്ല, തലമറച്ചിട്ടോതുക. മറ്റ് സംസാരങ്ങൾ സംസാരിക്കാതിരിക്കുക. അല്ലെ, ഒരാൾ വന്നാൽ തന്നെ നമ്മൾ അത് എന്ത് ചെയ്യാം? ഇനിയിപ്പോ നമ്മൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ സംസാരിക്കരുത്. ഇനി എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്ന് എങ്കിൽ എന്ത് ചെയ്യാം? ആ ഖുർആൻ ഇങ്ങനെ നമ്മുടെ മടക്കുക, ഖുർആൻ ഇങ്ങനെ മടക്കി വെക്കുക, എന്നിട്ട് അയാളോട് സംസാരിക്കുക. വീണ്ടും നമ്മളിങ്ങനെ തുറന്നിട്ട് ബാക്കി ഓതലല്ല, മറിച്ച് അഊദും ബിസ്മിയും ഓതിയിട്ട് നമ്മൾ ഓതുക. ഇത് ഓതുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം പറയുക, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയുക. അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് നല്ല മനസാന്നിധ്യത്തോടെ അർത്ഥം മനസ്സിലാക്കി ഓതാൻ ചിലപ്പോൾ നമുക്ക് പറ്റിക്കൊള്ളുന്നില്ല. കാരണം നമ്മളൊക്കെ മലയാളികളാണ്, നമ്മൾ ഇതിന്റെ അർത്ഥമൊന്നും കൂടുതലായി പഠിച്ചിട്ടില്ല. പക്ഷെ എന്നാലും ഇത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു ആശ്വസിപ്പിക്കുന്ന വാക്ക്, നബിയെ സന്തോഷിപ്പിക്കുന്ന ഒരു സൂറത്താണ്. ഇത് അള്ളാഹുവിന്റെ വലിയ സ്വർഗത്തെ പറ്റിയും നരകത്തെ പറ്റിയും അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളെ പറ്റിയൊക്കെ പറയുന്ന ഒരു സൂറത്താണ്. ഇത് അള്ളാഹുവിനെ പറ്റി പറയുന്ന സൂറത്താണ്. ഇത് അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ പറ്റി പറയുന്ന സൂറത്താണെന്ന് മനസ്സിലാക്കി നല്ല മനസാന്നിധ്യത്തോടെ ഓതുക. എങ്കിൽ ഇൻഷാ അള്ളാഹ്
ഇങ്ങനെ ഓതിയാൽ, ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ അനുസരിച്ച് ഓതിയാൽ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാകും? ഫത്ഹ് ഉണ്ടാകും.